അപ്പോൾ ഈ IT പ്രൊഫഷണൽസിൻ്റെ കോഴ്സുകളുടെ കുറിച്ച് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതിൻ്റെ രണ്ടാം ഭാഗമാണത്. ടൈം കാരണം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ കോംടാസിയയുടെ ഒക്കെ വളരെ എല്ലായിടത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. അതിൽ കോംടാസിയയിൽ A+ എന്ന് പറഞ്ഞിട്ട് ബേസിക് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് പഠിപ്പിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് പ്ലസ് ഉണ്ട്, അതുപോലെ സെക്യൂരിറ്റി പ്ലസ് ഉണ്ട്. ഇതിലൊക്കെ ജനറൽ ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ കോഴ്സ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ക്ലൗഡിലാണെന്നുണ്ടെങ്കിൽ AWSൻ്റെ സർട്ടിഫിക്കേഷൻ സൊല്യൂഷൻ ആർക്കിടെക്ട് AWS സർട്ടിഫിക്കേഷൻ്റെ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഏത് ഡൊമൈനിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഡൊമൈനിലെ കോഴ്സുകൾ കുറേയൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോഴ്സൊക്കെ സിമ്പിൾ ലേൺ അങ്ങനെ കുറേ കമ്പനികളുടെ അവരുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറച്ചൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ക്ലൗഡിൽ ഏറ്റവും ഏറ്റവും ഇതായിട്ടുള്ള കോഴ്സാണ് AWSൻ്റെ. അത് കഴിഞ്ഞാൽ വരുന്ന അത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് അസൂർ ഡാറ്റാ സെൻറ്റർ. അസൂറിനൊക്കെ ഡാറ്റാ സെൻറ്റർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ UAE അവർക്ക് ദുബായിലും ഡാറ്റാ സെൻറ്റർ ഉണ്ട്, അബുദാബിയിലും ഡാറ്റാ സെൻറ്റർ ഉണ്ട്. നാട്ടിലാണെങ്കിൽ ബോംബെയിൽ, ബാംഗ്ലൂർ ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ 54 അല്ലെങ്കിൽ 60 മേലെ ഡാറ്റാ സെൻറ്ററുകൾ മൈക്രോസോഫ്റ്റിന് അക്രോസ് ദ വേൾഡ് ഉണ്ട്. ഒരുവിധം സർവീസ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ സർവീസും ഈവൻ MS ഓഫീസ് പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലൗഡ് സർവീസ് വഴിയാണ്. ഒരുപാട് കമ്പനികളിൽ അവരുടെ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്ലൗഡാണ്. ആ ക്ലൗഡിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഗൂഗിളിൻ്റെ ക്ലൗഡ്. ഗൂഗിൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സെക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ കീനോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരുപാട് കമ്പനികൾ അവരായിട്ട് പാർട്ട്ണറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഗൂഗിളിൻ്റെ ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സെക്യൂരിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ കോമൺ ആയിട്ട് സെക്യൂരിറ്റി ഞാൻ ഈ CISSP എന്നൊക്കെ പറയുന്ന കോഴ്സ് ശരിക്കും പറയാം ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പറയുന്ന കോഴ്സാണ്, ബിഗിനേഴ്സിനല്ല. CISSP അതായത് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പ്രൊഫഷണലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മിഡ് കരിയറിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. എൻ്റെ മിനിമം റിക്വയർമെൻറ്റ് തന്നെ 5 ഇയർ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ CEH എന്ന് പറയും, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ. അതായത് ഹാക്കിംഗ് ഒക്കെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഹാക്കിംഗ് എന്ന് പറഞ്ഞത് ഒരു കമ്പനിയുടെ സിസ്റ്റത്തിനെ നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പോലെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു അതിൽ എല്ലാ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് എല്ലാം പറയുന്ന ഒരു ഏരിയയാണ് CEH എന്നൊക്കെ പറയുന്നത്. അതിലൊരുപാട് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യുന്നത്, മൊബൈൽ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ, സിസ്റ്റം ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ, ഓരോ ഡൊമൈനിലും വ്യത്യസ്തമായ സാമ്പിൾ ടൂൾസുകൾ നമുക്ക് തന്ന് അതൊക്കെ വെച്ച് നമുക്ക് ലാബ് ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് എൻഡിലുള്ള സെക്യൂരിറ്റി അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ആദ്യം നമുക്കത് ഹാക്ക് ചെയ്യാനുള്ള ടൂൾസ് തന്നിട്ട് അത് പഠിപ്പിച്ചു തരും. പിന്നെ അതിനെ പ്രിവെൻറ്റ് CIH എന്നൊക്കെ പറഞ്ഞാൽ കോമൺലി വളരെയധികം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. പിന്നെ ഈ സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജർ അതൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിൽ വരുന്ന കുറേ കോഴ്സുകളാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഡാറ്റാ സയൻസ്, ഈ നമ്മുടെ ഡാഷ്ബോർഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് എല്ലാ കമ്പനിയിലും ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റിനെ വെക്കുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ഡാറ്റ ഉണ്ട്, കസ്റ്റമർ ഡാറ്റ, ബാങ്ക് ആണെങ്കിൽ അവരുടെ കസ്റ്റമർ ഡാറ്റ, ക്രെഡിറ്റ്, ഒരുപാട് ഡാറ്റ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റാന്ന് നോക്കുക, അവിടുത്തെ എല്ലാ ഡാറ്റ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ സെയിൽസ് അറിയത്തുണ്ട്, അതിൻ്റെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. പക്ഷേ ഈ ഡാറ്റനൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചാൻസ് ഉള്ള ഇതാണ്. അവർ തന്നെ IBMൻ്റെ കോഴ്സ് ഉണ്ട്, ഗൂഗിളിൻ്റെ കുറേ കോഴ്സുകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെവോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് മൊഡ്യൂളാണ്. ഡെവോപ്സ് പണ്ട് നമ്മൾ പറയുന്നത് എന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, മറ്റേതാണെങ്കിൽ ഡെവലപ്പർ എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ പ്രോഗ്രാമറും അല്ല, എന്നാൽ അവർ ഫുള്ളി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആളുകളല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് വേണ്ട അതിനെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏരിയ, അതൊരു വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്നത് A to B എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതാണ് അവരുടെ ഏരിയ. അതിനകത്തുള്ള ഒരുപാട് കോഴ്സുകൾ അതിലും അവൈലബിൾ ആണ്. പിന്നീട് നെക്സ്റ്റ് ലെവലിൽ പോവുകയാണെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്, PMP ഒക്കെ പോലുള്ള കോഴ്സുകൾ. അല്ലെങ്കിൽ പക്ഷേ അതൊക്കെ കുറേയും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന കോഴ്സുകളാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ സമാനമായിട്ട് ഉണ്ടാവേണ്ട കുറേ കോഴ്സ്, അഡീഷണൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ. അപ്പം സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ കോഴ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ IT കോഴ്സ് മാത്രമല്ല, അതേ സമയത്ത് ലാംഗ്വേജ് പഠിക്കാൻ, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയാനും പിന്നെ കുറച്ച് സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള, നാട്ടിലൊക്കെ ആണെങ്കിൽ ആംഗ്ലോ അക്കാദമി ഒക്കെ പണ്ട് ഞാനൊക്കെ ആംഗ്ലോ അക്കാദമിയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അവർ ലാംഗ്വേജിൻ്റെ കൂടെ അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിലൊക്കെ പോകുന്നുണ്ട്, അവിടെയും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവിടെ സമയം. ടോസ്റ്റ് മാസ്റ്റർ പക്ഷേ ഒരു ഫ്രീ ക്ലബ്ബാണ്, അത് സ്റ്റുഡൻസ് എന്നുള്ളതിനപ്പുറം പ്രൊഫഷണൽസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കില്ല് സോഫ്റ്റ് സ്കില്ലുകൾ. കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലാണ്, സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്രിട്ടിക്കൽ ടൈമിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇമോഷണൽ ഹാൻഡ്ലിങ്, അങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ട കുറേ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഒരുപാടുണ്ട്. സോഫ്റ്റ് സ്കില്ലാണ് നമ്മുടെ സക്സസ് കീ എന്ന് പറയുന്നത്. നമുക്ക് ടെക്നിക്കലി നമ്മൾ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒരാളെ ഓഫീസ് എൻവയോൺമെൻറ്റിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പ്രൊജക്റ്റ് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, ടാസ്ക് അലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റില്ല, പ്രഷർ കയറുന്നു, കൊളീഗ്സിനായിട്ട് വർക്ക് ഷെയർ ചെയ്യുമ്പോഴുള്ള പ്രഷർ കയറുന്നു. ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അത് ഓൾ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഇതുകളാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ലീഡർഷിപ്പ് ഇപ്പോൾ നമ്മൾ ചോദിക്കും ബിഗിനേഴ്സിന് എന്തിനാണ് ലീഡർഷിപ്പിൻ്റെ ആവശ്യമെന്ന്. യെസ്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അക്രോസ് ദ ലൈഫ് സൈക്കിളിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ്. അത് ലീഡർ ഫസ്റ്റ് നമ്മളെ തന്നെ ലീഡ് ചെയ്യണമെങ്കിലും അതിനും വേണം ലീഡർ സ്കില്ല്. നമ്മളൊരു ടാസ്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതിനും വേണം നമുക്ക് മാനേജ്മെൻറ്റ്. അല്ലാണ്ട് വലിയൊരു മാനേജർ ആയതിനു ശേഷം വലിയൊരു കമ്പനിയിലൊരു CEO ലെവലിലെത്തിയതിന് ശേഷമാണ് ലീഡർഷിപ്പ് മാനേജ്മെൻ്റ് അല്ല. ബിഗിനിങ് തന്നെ ലീഡർഷിപ്പ് എന്താണ്, മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള കോഴ്സുകൾ വേണം. അതിൻ്റെ കുറേ നെക്സ്റ്റ് ലെവൽ കോഴ്സ് ഈ നേരത്തെ പറഞ്ഞ എല്ലാ തലത്തിലും ഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾ, ഒരുപാട് വെൻഡേഴ്സ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ വേൾഡ് എന്ന് പറഞ്ഞത് തന്നെ ട്രെയിനിങ് ആണ് ഈ പ്രൊഫഷണൽ ഫീൽഡിലെ ഏറ്റവും സ്കിൽ. ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പോലെ കോളേജും യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനിങ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കമ്പനികളും ഒരുപാടുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോഴ്സുകൾ അതിനകത്തുണ്ട്. കോഴ്സേറ, അങ്ങനെ ഒരുപാട് കോഴ്സ് ചെറിയ ഫീസിൽ തന്നെ ഈ പറഞ്ഞ കോഴ്സൊക്കെ കുറേ കോഴ്സുകളൊക്കെ തരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ച കാരണം അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പും ഞാൻ ഇതേ സബ്ജക്റ്റിൽ ഇതേ ടോണറിലുള്ള വേറെ 2-3 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ കൂടുതൽ ആളുകൾ വ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.